ഉണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറി നമുക്ക് ഉണ്ടാക്കാം. അതിന് ഞാൻ 2 മുട്ടയുടെ കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഒരു ചെറിയ തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ സവോളയുണ്ട്, പിന്നെ ഒരു പച്ചമുളക് എടുക്കുന്നത്. 2 മുട്ടയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട്. പിന്നെ കരിയാപ്പില എല്ലാത്തിനും എനിക്ക് നല്ലതുപോലെ ഇടാൻ ഇഷ്ടമാണ്. ഞാൻ 2 തണ്ട് കരിയാപ്പില ഇടുന്നുണ്ട്. മല്ലിയില വേണം. പിന്നെ ചെറിയ സ്പൂണ് മുളക് പൊടിയും മഞ്ഞൾ, ചെറിയ സ്പൂണ് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചെടുക്കാം. 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ട്. ഗരം മസാലയാണിത്. നമുക്ക് ഈ ബാക്കി ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഞാൻ ചോപ്പറിനകത്ത് ഒന്ന് ചെറിയതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അത്രയും നമ്മൾ ചോപ്പ് ചെയ്താൽ മതി. അപ്പടി അങ്ങ് പേസ്റ്റായിട്ട് അരഞ്ഞു പോകണ്ട. എല്ലാം നമ്മുടെ ഒന്ന് ചെറിയതായിട്ട് കട്ട് ചെയ്ത് കിട്ടുന്ന പോലെ നമുക്ക് ആദ്യം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ ഞാനൊരു ബൗളിൽ ഇതിനകത്ത് കടയിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് ചൂടാക്കി ഞാൻ ഒരു വലിയ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകും പൊട്ടി നമുക്ക് ഈ തക്കാളി സവോളയെല്ലാം ഒന്നിച്ചാക്കി ചോപ്പ് ചെയ്തത് നമുക്ക് വഴറ്റാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 1 സ്പൂൺ എടുത്തതാണ്. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മൂപ്പിക്കാം. ഇതൊന്ന് വഴന്ന് വരുന്നിട്ട് വേണം ബാക്കി മസാല ചേർക്കാൻ. നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഇതുണ്ടോ വഴഞ്ഞിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആക്കണ്ട, ഇത്തിരി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞളും ഇതിനകത്ത് ചേർക്കാം. എരിവ് ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് ചേർക്കാം. അല്ലെങ്കിൽ വേണമെങ്കിലൊക്കെ എരിവ് കുറവുള്ളവർക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഈ സമയത്ത് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുവാണ്. വെള്ളം തിളച്ച് കഴിഞ്ഞ് ഞാൻ നേരെ അതിനകത്തോട്ട് മുട്ടയിടാനാണ്. ഈ വെള്ളം ഒന്ന് നമുക്ക് തിളയ്ക്കണം. ആ സമയത്ത് തന്നെ ഞാൻ ഈ ഗരം മസാല എടുത്ത് വെച്ചിരിക്കുന്ന ഇടാം. ചെറിയ സ്പൂണ് ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് നമ്മുടെ ഇപ്പം വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മുട്ട ഇതിനകത്തോട്ട് ചേർക്കാൻ. അപ്പോൾ നമുക്ക് വേഗം മുട്ട വെന്തും കിട്ടും. ഞാൻ ഈ തിളച്ചിരിക്കുന്ന വെള്ളത്തിനകത്തോട്ട് തന്നെ മുട്ട ചേർക്കുകയാണ്. നേരെ പൊട്ടിച്ചൊഴിക്കുക, പുഴുങ്ങിയൊന്നുമല്ല നമ്മൾ ചേർക്കുന്നത്. നമുക്കിതൊരു ലിഡ് വെച്ച് ഒരു 2-3 മിനിറ്റ് സ്ലോയിൽ ഇത് വേവിക്കാം. അപ്പോഴത്തേനും നമ്മുടെ മുട്ടക്കറി റെഡിയാവും. മുട്ടക്കറി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്ന് സൈഡ് ഒന്ന് മറിച്ചിടാം. മറിച്ചിട്ടില്ലെങ്കിലും മുട്ട പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും നമുക്ക്. ഞാൻ ഇതിപ്പോൾ ഒന്ന് മറിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഒരു 2 മിനിറ്റ് 1 മിനിറ്റ് കൂടെ നമുക്കൊന്ന് മൂടി വെക്കാം. നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കുവാണെങ്കിൽ ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഏതിനാണെങ്കിലും കൂട്ടാം. റെഡിയാണ്. ഞാൻ ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയാണ്. ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാം. വളരെ എളുപ്പമാണ്. എല്ലാ മസാലയും നമ്മൾ ഒന്നിച്ചൊന്ന് ചോപ്പ് ചെയ്ത് കടയിൽ മൂപ്പിച്ചെടുത്താൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.